എറണാകുളം കോതമംഗലത്ത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റ് അട്ടിമറിച്ചതായി പരാതി. നെല്ലിക്കുഴി പഞ്ചായത്തിലാണ് പരാതി. മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടായിട്ടും ഊരംകുഴിയിൽ രോഗിയായ വിധവയ്ക്ക് വീട് നിഷേധിച്ചുവെന്നാണ് ആരോപണം. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 17-ാം വാർഡിലെ ഊരംകുഴിയിൽ താമസിക്കുന്ന വിധവയും ഹൃദ്രോഗിയുമായ അലീമ കവലക്കന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടതായി പരാതി. പഞ്ചായത്തിലാകെ 650ഓളം പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ 29ാം റാങ്കിലുള്ള കുടുംബത്തെയാണ് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയെന്നാണ് പരാതി. അനിയന്റെ കാർഡിൽ പേരുണ്ടെന്നും പറഞ്ഞ് അത് നിഷേധിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ അദ്ദേഹം വിവരം പറഞ്ഞത് 2 ആധാരമാണ് 2 പേരുടെ പേരിൽ സ്ഥലം കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല. കാർഡിൽ പേരിൻ്റെ പേരിൽ അവനവിടെ ഒരു വീട് ഇങ്ങനെ പണിതിട്ടേക്കണ്ടായിരുന്നു. അതിന്റെ പേരിൽ എൻ്റെ ഇത് നിഷേധിക്കപ്പെട്ടു. ഇനി അത് ലൈഫ് പദ്ധതിപ്പെടുത്തിയത് വീണ്ടും പണിയാനുള്ള ഒരു സജ്ജീകരണം ചെയ്തതെന്നാണ് പറയാനുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് അർഹതയുള്ള കുടുംബത്തെ ഒഴിവാക്കിയതിൽ ആക്ഷേപമുന്നയിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പറും UDF പാർലമെന്ററി ലീഡറുമായ MV റജിയും വീട് നിഷേധിക്കപ്പെട്ട അലീമയുടെ കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് ജില്ലാ മിഷനും പരാതി നൽകിയിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും VOനോടും സെക്രട്ടറിയോടും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം VOനോട് ഞാൻ ആവശ്യപ്പെട്ടതാണ്. നിലവിൽ ഉമ്മ ഹൃദ്രോഗിയാണ്, സിദ്ദീഖ് ഹൃദ്രോഗിയാണ്, 3 കുഞ്ഞു മക്കളുണ്ട്, ഉമ്മ വിധവ കൂടിയാണ്. നിങ്ങൾ വീട് അനുവദിച്ച് കൊടുക്കണം. വളരെ ശോചനീയാവസ്ഥയിലാണ് വീടുള്ളത്. ഏത് സമയവും അത് ഇടിഞ്ഞു വീഴാമെന്ന് അറിയിച്ചിട്ട് പോലും അതിന് അർഹതയില്ല മെമ്പറെ. നിലവിൽ അവർക്ക് റേഷൻ കാർഡിൽ ഒരു വീട് കാണുന്നുണ്ട് എന്നൊരു രീതിയിൽ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് അലീമയും മകനും മരുമകളും 3 കൊച്ചുമക്കളും താമസിച്ചിരുന്ന പഴക്കം ചെന്ന വീട് തകർന്ന് നിലം പൊത്തുകയും ഭാഗ്യം കൊണ്ട് മാത്രം കുടുംബത്തിലാർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയുമായിരുന്നു. 6 സെന്റ് ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. തകർന്ന് വാസയോഗ്യമല്ലാതായി തീർന്ന വീടിനോട് ചേർന്ന് വെച്ച് കെട്ടിയ കൂരയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വാസം. മീഡിയ 1 കൊച്ചി.